ഹലോ, കുറച്ച് ഡേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുക്കറിൽ കാരമൽ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ഡേറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി കാരമൽ റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്ത് കളർ ചേഞ്ച് ആവുമ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മെൽറ്റായി വരുമ്പോൾ കട്ട് ചെയ്ത ഡേറ്റ്സ് കൂടെ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി 1/2 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പും പൊടിച്ചെടുക്കാം. ഇനി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം നല്ലതുപോലെ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് മൈദ കൂടെ ടെസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ തട്ടിക്കൊടുത്ത് മാറ്റി വെക്കാം. പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ 2 എഗ്ഗ്, 1 നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്ലോർ മിക്സിലേക്ക് റെഡിയാക്കി വെച്ച കാരമൽ ഡേറ്റ്സും എഗ് ബാറ്ററും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് ചേർത്താൽ. 2 ടീസ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോഴാണ് കേക്കിൽ വേറൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കുക്കറിലേക്ക് മാറ്റാം. ഇതുവരെ എല്ലാം വളരെ ശരിയായിരുന്നു. കേക്കൊക്കെ നന്നായി ബേക്കായി വന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഓൺ ചെയ്യാതെ എടുത്തതുകൊണ്ട് ഫോണിൽ നോക്കുമ്പോൾ വീഡിയോസൊന്നും ഇല്ല. എന്നാലും ഡേറ്റ്സ് കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുവരെ വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് അപ്ലോഡ് ചെയ്താണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.